ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് മത്സ്യബന്ധനത്തിലെ നിരോധനവും മാസങ്ങളായി തുടരുന്ന മത്സ്യലഭ്യതയിലെ കുറവും തീരദേശത്തെ വറുതിയിലാക്കുന്നു. മീൻവരവ് കുറഞ്ഞത് അനുബന്ധ തൊഴിലാളികളെയും കുടുംബങ്ങളെയും പട്ടിണിയിലാക്കുകയാണ്. ഒരു മാസത്തിനപ്പുറമെത്തുന്ന ട്രോളിംഗ് നിരോധനവും ഇവർ ആശങ്കയോടെയാണ് കാണുന്നത്. 6 മാസത്തോളമായി തുടരുന്ന മത്സ്യലഭ്യതയിലെ കുറവ് മൂലം തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളാണ്. ഓഖി, ഗജ ചുഴലിക്കാറ്റുകൾക്ക് ശേഷം കടലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യസമ്പത്തിൽ കാര്യമായ കുറവ് വന്നതും രാത്രിയും പകലും സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ചെറു മത്സ്യങ്ങളെ അടക്കം പിടിക്കുന്നതിനാൽ മത്സ്യപ്രജനനത്തിലടക്കം നാശം സംഭവിക്കുന്നതും മത്സ്യലഭ്യതയിൽ സാരമായ കുറവുണ്ടാക്കുന്നതായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇതിനിടെയാണ് ഫോനിയുടെ വരവ്. കേരള തീരത്ത് ഫോനി ശക്തമല്ലെങ്കിലും മത്സ്യബന്ധനത്തിന് നിരോധനമുള്ളത് ഇവരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഒരു പോക്ക് പോയിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസം 5 ദിവസം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25,000-30,000 ഉറുപ്പ്യ കടം വരും. അപ്പം അത് കാരണം ആരും പോവുകയില്ല. ആഴ്ചകളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന തങ്ങൽ പണിക്കാരും ഇപ്പോൾ പോകുന്നില്ല എന്നത് സഹായികളായി പോകുന്ന അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയും കഷ്ടത്തിലാക്കുന്നു. ഇതോടൊപ്പം ജൂണിൽ ട്രോളിംഗ് നിരോധനം കൂടി വരുന്നതോടെ വർഷത്തിന്റെ വലിയൊരു പങ്കും വറുതിയിൽ കഴിഞ്ഞവരാകും തീരദേശവാസികൾ. ഷെക്കീന ന്യൂസ് ബ്യൂറോ, തൃശൂർ.